First, we will study the science of fat storage, fat mobilization, and fat metabolism. So, ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാർ മെഡിസിൻ എടുത്തു, സ്റ്റെറോയിഡ് എടുത്തു, ഇഷ്ടംപോലെ ഫാറ്റായി. ഇറ്റ് വിൽ ജെനുവലി ഹെൽപ്പ് യു ഗൈസ് ലൈക്ക് PCOS. സോ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് എത്ര നല്ല വർക്കൗട്ട് ചെയ്തിട്ടും ഒരു പ്രോപ്പർ ഡയറ്റ് എടുത്തിട്ടും നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്തിട്ടും സം സ്പെസിഫിക് പാർട്ട് ഓഫ് യുവർ ബോഡി ഈസ് നോട്ട് ലൂസിങ് എനി ഫാറ്റ്. നിങ്ങൾ അതിന് വേണ്ടി എത്ര ഡയറ്റ് എടുത്താലും എത്ര ട്രെയിനിങ് ചെയ്താലും ആ ഒരു പാർട്ടിൽ നിന്ന് മാത്രം ഫാറ്റ് പോകുന്നില്ല. ദാറ്റ് ഈസ് സ്പോട്ട് ഫാറ്റ് റിഡക്ഷൻ. Is it actually possible? So hey guys, welcome back to Sundascope. So in this video, we'll be covering in detail about this topic and whether this spot fat reduction is possible or not. So first of all, straightforward ആയിട്ട് പറയുകയാണെങ്കിൽ it's completely a myth. Spot fat reduction is not scientifically possible. പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മളൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആൻസറിൽ മാത്രം നമ്മുടെ നോളജ് ഒതുക്കുന്നതല്ല. We'll be covering in detail about the scientific explanation for this. So yeah, കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. Let's get into our video. So first we will study the science of fat storage, fat mobilization and fat metabolism. And then we will cover why physiologically spot fat reduction is not possible. So first thing, basically നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഇഷ്ടംപോലെ സെൽസ് കൊണ്ടാണ്. And a group of cells performing a specific function is known as tissue. So അങ്ങനെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതിൻ്റെ പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. സോ ദിസ് അഡിപ്പോസ് ടിഷ്യൂ ഇസ് ഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഫാറ്റ് സെൽസ്. സോ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ. സോ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ കുഷനിങ് എഫക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഇൻസുലേഷൻ, ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അറ്റ് ദ സെയിം ടൈം ബോഡിയുടെ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവിന് രണ്ട് ടൈപ്പ് ഉണ്ട്. സബ്ക്യൂട്ടീനിയസ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലും ഉണ്ട്, അതുപോലെ നമ്മളെ ഓർഗൻസിന് വിസറൽ, നമ്മളെ ബോഡിക്ക് അതുള്ള വിസറൽ ഓർഗൻസിനെ കവർ ചെയ്തും വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ വരുന്നുണ്ട്. ആൻഡ് ദെൻ കംസ് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ. സോ അത് മെയിൻലി ഇൻഫൻസി, കുഞ്ഞു പിള്ളേരിലൊക്കെ കാണുന്നത്. സോ അതിൻ്റെ മെയിൻ ഫങ്ഷൻ തെർമോജനസിസ്, ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയാണ്. Then there's a specific type of adipose tissue known as beige adipose tissue. So ഇത് white adipose tissue ലാണ് വരുന്നത്. So അവരുടെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ whenever this white adipose tissue gets exposed to cold condition, then ആ ടൈമിൽ അവർ തെർമോജനസിസ് പ്രോപ്പർട്ടി കാണിക്കും. സോ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫാറ്റി ഫുഡ്, നമ്മുടെ ഫാറ്റ് കൺസംഷൻ എല്ലാം വരുമ്പോൾ ദിസ് ഫാറ്റ് വിൽ ബി ട്രാവലിംഗ് ഇൻ ടു അവർ അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ദേ വിൽ സ്റ്റോർ ദിസ് ഫാറ്റ് ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്. സോ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഫാറ്റ് ലോസ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈഗ്ലിസറൈഡ്, ദാറ്റ് ഈസ് ദിസ് സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അത് ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ തന്നെ ഉണ്ട്. ആൻഡ് ദീസ് എൻസൈംസ് ആർ നോൺ ആസ് ലൈപ്പേസ് എൻസൈംസ്. സോ ഇങ്ങനത്തെ കുറേ എൻസൈംസ് എല്ലാം നമ്മൾ അഡിപ്പോസ് ടിഷ്യൂവിൽ തന്നെ റിലീസ് ചെയ്യും. സോ അത് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൈഗ്ലിസറൈഡിനെ ബ്രേക്ക് ചെയ്ത് ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റും. സോ ഈ ഫ്രീ ഫാറ്റി ആസിഡ് വിൽ ബി റോമിങ് ഫ്രീലി ഇൻ അവർ ബോഡി. സോ നമ്മുടെ ബോഡിക്ക് എപ്പോഴാണ് എനർജി വേണ്ടത്, സോ ആ ടൈമിൽ ഈ ഫാറ്റി ആസിഡ് ഗെറ്റ്സ് ബേൺഡ് ആൻഡ് വിൽ റിലീസ് ടോട്ടൽ 9 calories. സോ നമുക്ക് എനർജി കിട്ടും. സപ്പോസ് ഫാറ്റി ആസിഡ് റിലീസ് ചെയ്തു, നമ്മൾ ഒരു പണിയും ചെയ്തില്ല, നമ്മുടെ ബോഡിക്ക് ആ ഫാറ്റി ആസിഡ് യൂസ് ആയില്ലെങ്കിൽ തിരിച്ച് റീഎസ്റ്ററിഫിക്കേഷൻ വഴി നമ്മളെ ബോഡിയിൽ വീണ്ടും ട്രൈഗ്ലിസറൈഡായിട്ട് സ്റ്റോർ ആവും. സോ ഇതാണ് ബേസിക് മെക്കാനിസം. സോ ഈ ഒരു പ്രോസസ്സിനെ പറയാനാണ് ലൈപ്പോളൈസിസ്. സോ ലൈപ്പോളൈസിസിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫാറ്റ് ലോസ് ഗ്യാരണ്ടീഡ് ആണ്. സോ ബേസിക്കലി ഇതിനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കുറച്ച് ഹോർമോൺസിൻ്റെ കാര്യം തന്നെ നോക്കാം. സോ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, സോ ഇങ്ങനത്തെ കുറേ ഹോർമോൺസ് നമ്മളെ ലൈപ്പോളൈസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇൻസുലിൻ. സോ എന്താണ് ഇൻസുലിൻ? നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കും. സോ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. സോ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് നല്ലതല്ല. സോ നമ്മുടെ ബോഡി ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലാക്കാൻ വേണ്ടി ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. സോ അതാ ബേസിക് മെക്കാനിസം. സോ ഇൻസുലിന് വേറൊരു ഫങ്ഷൻ ഉണ്ട്, ഇറ്റ് വിൽ പ്രിവെൻറ്റ് ലൈപ്പോലൈസിസ്. സോ ഫാറ്റ് ലോസ് വരാനുള്ള ചാൻസ് ഈസ് വെരി ലെസ്. സോ ചില ആൾക്കാർക്ക് ജനറ്റിക്കലി ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. സോ അതനുസരിച്ച് ഫാറ്റ് ലോസിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ടോട്ടൽ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഗ്ലൂക്കഗോൺ എന്നാണ് ഹോർമോൺ കാണിക്കുന്നത്. സോ ഗ്ലൂക്കഗോൺ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ലൈപ്പോലൈസിസ് കൂടും.
ആൻഡ് ദെൻ കംസ് കോർട്ടിസോൾ. സോ കോർട്ടിസോൾ അറിയാം, നമുക്ക് സ്ട്രെസ് ഹോമോൺ, നമ്മുടെ ബോഡി സ്ട്രെസ് വരുമ്പോൾ റിലീസ് ആവുന്ന ഒരു ഹോമോണാണ് കോർട്ടിസോൾ. ബട്ട് ഓവറോൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ നിങ്ങളെ വിസറൽ ഫാറ്റ്, അതായത് ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ആൻഡ് ദെൻ കംസ് ഗ്രോത്ത് ഹോമോൺ. സോ ഗ്രോത്ത് ഹോമോൺ കൂടി കഴിഞ്ഞാൽ ലൈപ്പോലൈസിസ് കൂടും. സോ ഓവറോൾ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ നൗ കംസ് ജെനറ്റിക്സ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് അറിയാം, എസ്പെഷ്യലി ഫീമെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ പെൽവിക് റീജിയൻ, അവരുടെ തൈസിലെല്ലാം ഫാറ്റ് സ്റ്റോറേജ് വിൽ ബി വെരി ഹൈ. സോ അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ഹോമോൺ, ദാറ്റ് ഈസ് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ ഫാറ്റ് സ്റ്റോറേജ് കൂടും. സോ ഫീമെയിൽസിന് ഓബ്വിയസ്ലി ഫാറ്റ് സ്റ്റോറേജ് കൂടും. നൗ കമ്മിങ് ടു മെൻ, അവർ ഹോമോൺ ടെസ്റ്റോസ്റ്റെറോൺ. സോ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോൺ ഫാറ്റ് സ്റ്റോർ ചെയ്യും. പക്ഷെ നമ്മൾ ഇതേപോലെ തൈസിലോ അങ്ങനെ കൂടുതൽ ഫീമെയിൽസിനെ പോലെ ഇഷ്ടംപോലെ ഫാറ്റ് കാണത്തില്ല. മെയിൻലി വിസറൽ ഓർഗൻസ്, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗൻസിന് ചുറ്റുമായിരിക്കും ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾ യൂഷ്വലി കേട്ടിട്ടില്ലേ, ചില ആൾക്കാർ മെഡിസിൻ എടുത്തു, സ്റ്റെറോയിഡ് എടുത്തു, ഇഷ്ടംപോലെ ഫാറ്റായി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഇൻസുലിൻ ഇൻക്രീസ് ഇൻ ദെയർ ബോഡി. സോ അവർ ബോഡിയിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഇങ്ങനത്തെ സ്റ്റെറോയിഡ്സ് ഒക്കെ എടുക്കുമ്പോൾ അവർ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ ഭയങ്കരമായിട്ട് ലൈപ്പോലൈസിസ് വിൽ ബി ഗെറ്റിംഗ് പ്രിവെൻറ്റഡ്. സോ ഫാറ്റ് സ്റ്റോറേജ് ഭയങ്കരമായിട്ട് കൂടും. സോ അഡിപ്പോസ് ടിഷ്യൂ നിങ്ങളുടെ ബോഡി മൊത്തം ഉണ്ട്, ബോഡിക്കകത്തുള്ള ഓർഗൻസിലുണ്ട്. സോ ഫസ്റ്റ് നമ്മുടെ ബോഡി എവിടെ നിന്നാണ് ലൈപ്പോലൈസിസ് ചെയ്യണത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ജെനറ്റിക്സ് ഓഫ് ദ പേഴ്സൺ. സോ ചിലർക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള അഡിപ്പോസ് ടിഷ്യൂലായിരിക്കും ലൈപ്പോലൈസിസ് നടക്കുന്നത്, ചിലർക്ക് തുടയിലായിരിക്കും, ചിലർക്ക് വയറിലായിരിക്കും. സോ അത് നമ്മൾ ജെനറ്റിക് അനുസരിച്ചിരിക്കും. സോ അതാ പറഞ്ഞു, ഒരു സ്പോട്ട് ഫാറ്റ് റിഡക്ഷൻ പോസിബിൾ അല്ല. സോ വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് സയന്റിഫിക് സ്റ്റഡീസിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് തന്നെ നോക്കാം. ഓക്കെ, സോ ഈ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് 40 ഹെൽത്തി യങ് അഡൽട്സ് വെർ സെലക്ടഡ്. സോ അവർ ഓവറോൾ ഒരു ആവറേജ് ഏജ് വാസ് 23 years old. സോ ഇവരെ കൊണ്ട് യൂണിലാറ്ററൽ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. അതൊരു സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ബോഡി മാത്രം ട്രെയിൻ ചെയ്യിപ്പിച്ചു. ആൻഡ് അവർ ഫോക്കസ് ചെയ്ത് ലെഗ്സിലാണ്. സോ അവരെ കൊണ്ട് സിംഗിൾ ലെഗ്, ഒരു സ്പെസിഫിക് ലെഗിൽ മാത്രം വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. സോ വീക്ക്ലി 3 ട്രെയിനിങ് സെഷൻസ് വെച്ചിട്ട് ഒരു 12 straight വീക്ക് അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. സോ അതിനുശേഷം 12 വീക്സിന് ശേഷം അവരുടെ ബോഡിയിലുള്ള ഫാറ്റ് കമ്പോസിഷൻ വാസ് കമ്പയർഡ് ബിറ്റ്വീൻ ദ നോൺ ട്രെയിൻഡ് ലെഗ് ആൻഡ് ട്രെയിൻഡ് ലെഗ് യൂസിങ് ഡെക്സാ സ്കാൻ. സോ അതൊക്കെ വെച്ചിട്ട് അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വാസ് മെഷർഡ് ബിറ്റ്വീൻ ദ അൺട്രെയിൻഡ് ലെഗ് ആൻഡ് ട്രെയിൻഡ് ലെഗ്. സോ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു അറിയാവോ? കാലിൽ ഫാറ്റ് ലോസ് ഒന്നും വന്നില്ല, പക്ഷെ അവരെ ട്രങ്ക് റീജിയൻ, ദാറ്റ് ഈസ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ റീജിയൻ, ആ റീജിയനിൽ ഫാറ്റ് അത്യാവശ്യം നല്ല കുറഞ്ഞു. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ജെനറ്റിക്സ് ഓഫ് ദ പേഴ്സൺ. എല്ലാവർക്കും കാലിൽ തന്നെ കുറയണമെന്നില്ല. ഓവറോൾ ആവറേജ് എടുത്ത് നോക്കിയപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ട്രങ്ക് റീജിയനിലാണ് ഫാറ്റ് ലോസ് വന്നത്. സോ ഈ ഒരു റീസെന്റ് ആയിട്ട് നടന്ന സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ 72 മെയിൽസ് വെർ സെലക്ടഡ്. ആൻഡ് ഇവരെല്ലാവരും BMI ഓൾമോസ്റ്റ് ഒരു ആവറേജ് 29.8. ദാറ്റ് ഈസ് ദേ ആർ ആക്ച്വലി വെരി ഓവർ വെയിറ്റ് ഇൻഡിവിജ്വൽ. സോ അവരെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഗ്രൂപ്പ് എനെ കൊണ്ട് അബ്ഡോമിനൽ എക്സസൈസ് മാത്രം ചെയ്യിപ്പിച്ചു, റെസിസ്റ്റന്റ് ട്രെയിനിങ്. ആൻഡ് ഗ്രൂപ്പ് ബിനെ കൊണ്ട് ട്രെഡ്മിൽ ഓടിപ്പിച്ചു. ആൻഡ് ദിസ് വാസ് ഫോളോഡ് ഫോർ 12 straight week. സോ ഒരു 12 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പിന് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് വന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ അബ്ഡോമൻ ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഫാറ്റ് ലോസ് വന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു വെയിറ്റ് ട്രെയിനിങ്. അത് എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ബെറ്റർ ഫോർ ഫാറ്റ് ലോസ് എന്ന്. സോ ഒരു സ്പോർട്ടിൽ നമുക്ക് മസിൽ വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ മസിൽ ഹൈപ്പർട്രോഫിയിൽ കുറവുണ്ട്. സോ അതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഒരു സ്പോർട്ടിൽ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ജെനറ്റിക്സ്. സോ വാട്ട് ആക്ച്വലി വർക്ക്സ്? നിങ്ങളുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് നിങ്ങളുടെ ടോട്ടൽ ഡെയിലി കാലറീസ് ഷുഡ് ബി ഇൻ എ ഡെഫിസിറ്റ്. സോ അതിന് 2 മെത്തേഡുണ്ട്. നിങ്ങൾക്ക് ഏത് നിങ്ങൾ ന്യൂട്രീഷൻ കൺട്രോൾ ചെയ്ത് കാലറി ഡെഫിസിറ്റ് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കാലറി ബേൺ ചെയ്ത് കളഞ്ഞ് കാലറി ഡെഫിസിറ്റ് പോകാം. സോ ആ ഒരു മെത്തേഡേ ഉള്ളൂ. സോ വർക്കൗട്ടിൻ്റെ കേസിൽ കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ ബെറ്റർ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഐ ഹാവ് ഓൾറെഡി കവേർഡ് ദാറ്റ് ടോപ്പിക് ഇൻ ഡീറ്റെയിൽ ഇൻ മൈ യൂട്യൂബ് ചാനൽ. സോ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. സോ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് വിൽ ജെനുവൻലി ഹെൽപ്പ് യു ഗൈസ്. സോ അതർ ദാൻ ദാറ്റ് ഇതെല്ലാം സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്. സോ അതൊന്നും ഒരു പ്രോപ്പർ ഹെൽത്തി വേ അല്ല ആക്ച്വലി, ടു ബി ഓണസ്റ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, മാക്സിമം ട്രെയിൻ ചെയ്യുക, കാലറി ഡെഫിസിറ്റിൽ പോകാൻ നോക്കുക, ഹെൽത്തി വേയിൽ ഫാറ്റ് ലോസ് ചെയ്യാൻ നോക്കുക. സോ ഫൈനലി ടു ബി ഓണസ്റ്റ്, നിങ്ങൾ എത്ര തന്നെ ട്രൈ ചെയ്താലും ചില സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്, ലൈക്ക് PCOS. സോ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ അവർ ബോഡിയിൽ ഇൻസുലിൻ്റെ ലെവൽ നല്ല കൂടിയിരിക്കും. സോ ലൈപ്പോലൈസിസ് വിൽ ബി വെരി മച്ച് പ്രിവെൻറ്റഡ്. സോ ദാറ്റ്സ് എ റാപ്പ് ഫോർ ദിസ് ടോപ്പിക് ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. സോ എൻ്റെ ഈ വർക്ക് നിങ്ങൾക്ക് ജെനുവൻലി ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സെൻഡ് ദിസ് വീഡിയോ ടു യുവർ ലവ്ഡ് വൺസ് സോ ദാറ്റ് അവർക്ക് എല്ലാവർക്കും ഈ നോളജ് കിട്ടട്ടെ. ആൻഡ് എല്ലാവരും മാക്സിമം നോളജ് ഗെയിൻ ചെയ്ത് മാക്സിമം സയൻറ്റിഫിക് രീതിയിൽ ഫിറ്റ്നസ്സിൽ പ്രോഗ്രസ് ചെയ്യട്ടെ. സോ അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം. ചിൽ ദാൻ, സ്ട്രെന്തോസ്കോപ്പ്, ലെറ്റ്സ് ഗോ.